നമസ്കാരം. അനീതിക്ക് നേരെ കാർക്കിച്ചു തുപ്പാൻ കരുത്തനായ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ എം ഡിക്ക് പകരം മറ്റാരും ഇല്ല. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടായിരുന്നു എം ഡിയുടേത്. മിതഭാഷിണി ആയിരിക്കുമ്പോഴും വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച സ്വരത്തിൽ വിമർശനങ്ങൾ നടത്തിയ സാഹിത്യകാരൻ കൂടിയായിരുന്നു എം ഡി. സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർത്ത ആ എഴുത്തുകാരന് രാഷ്ട്രീയ വിഷയങ്ങളിൽ കാര്യമായൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ കൂടിയും നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. തന്റെ തൂലികയുടെ ശക്തി ആ വിമർശനങ്ങളിലും പ്രകടമായിരുന്നു. അളന്നും കുറിച്ചും മാത്രം സംസാരിക്കുന്ന എം ടി വാസുദേവൻ നായർ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉറച്ച ശബ്ദമായിരുന്നു. സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് സമരസപ്പെടാൻ എം ഡിക്ക് എക്കാലത്തും ബുദ്ധിമുട്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിക്കുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാട് എം ഡിക്ക് ഉണ്ടായിരുന്നു. അത് തീവ്ര വലതുപക്ഷത്തിനെതിരായ നിലപാടായിരുന്നു. തുഗ്ലക് പരിഷ്കാരം എന്നാണ് എം ടി നോട്ട് നിരോധനത്തെ പരിഹസിച്ചത്. നോട്ട് നിരോധനം സാധാരണക്കാരന്റെ ജീവിതം താറുമാറാക്കിയെന്നും തുഗ്ലക്കിനെ പോലെ മോദിക്കും ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും എം ടി വിമർശിച്ചിരുന്നു. പലതവണയാണ് പൊതുവേദികളിലടക്കം നോട്ട് നിരോധനത്തിനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് ശേഷം രാജ്യത്തുണ്ടായിരുന്ന പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലും പ്ലാസ്റ്റിക് മണിയെ കുറിച്ചാണ് ചിലർ സംസാരിക്കുന്നതെന്നും ഇതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നോട്ട് നിരോധനത്തെ തുടർന്ന് തുഞ്ചൻ സാഹിത്യോത്സവം നടത്താൻ പോലും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയാണെന്ന് തന്നെ സന്ദർശിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയോട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങാമായിരുന്നു. എന്നാൽ ഇന്ന് ആരുടെ കയ്യിലും പണമില്ലാതായിരിക്കുകയാണെന്നും MT പറഞ്ഞു. സാഹിത്യോത്സവത്തിനുള്ള ഫണ്ടിന്റെ കാര്യത്തിൽ ഇടപെടാമെന്ന് ഉറപ്പു നൽകിയിട്ടാണ് ബേബി മടങ്ങിയത്. നോട്ട് നിരോധന പ്രഖ്യാപനത്തിന് ശേഷം രാജ്യത്തുണ്ടായ നോട്ട് പ്രതിസന്ധി തുടരുകയാണെന്ന് തന്നെ വീട്ടിലെത്തി കണ്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും MT പറഞ്ഞിരുന്നു. പിന്നീട് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിച്ച MTയുടെ രചനാലോകം എന്ന ദേശീയ സെമിനാറിന്റെ ഭാഗമായ മുഖാമുഖം പരിപാടിയിലും MT നോട്ട് നിരോധനത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. അത് തന്നെ വ്യക്തിപരമായി ബാധിക്കുന്നില്ലെങ്കിലും വീട്ടുകാരെ പ്രയാസപ്പെടുത്തുകയാണ്. നിത്യജീവിത വിനിമയത്തിന് 2000 രൂപ തടസ്സമാവുകയാണ്. നമ്മുടെ കടകളിൽ നിന്ന് അത് മാറിക്കിട്ടുക പ്രയാസം തന്നെയാണ്. ഇതിനൊരു പരിഹാരം തന്റെ കയ്യിലുമില്ല എന്നായിരുന്നു സാഹിത്യ സെമിനാറിൽ MTയുടെ പ്രതികരണം. മോദി വിമർശനത്തിന് പിന്നാലെ BJP RSS നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലും MTക്കെതിരെ അധിക്ഷേപങ്ങളുമായി എത്തി. BJP നേതാക്കളും പ്രവർത്തകരും MTയുടെ വിമർശനത്തിനെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു MT. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ളയുമായി വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു MTക്ക്. എന്നാൽ ശ്രീധരൻപിള്ളയുടെ BJP ബന്ധത്തെ തമാശ രൂപേണ ആണെങ്കിൽ പോലും MT പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മോദി ഭരണകൂടത്തിനെതിരെ 2015-ൽ എഴുത്തുകാർ പ്രതിഷേധിച്ചപ്പോൾ MT അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബാബറി മസ്ജിദ് തകർത്ത സമയത്തും സംഘപരിവാർ രാഷ്ട്രീയത്തെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും MT രംഗത്തുണ്ടായിരുന്നു. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട് അദ്ദേഹം എക്കാലത്തും എടുത്തു.